പ്യുവർ ആയിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എങ്ങനെ വേണമെങ്കിലും ഭഗവാൻ അവരെ സേവിക്കാൻ വേണ്ടി വരും. അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ എങ്ങനെ വേണമെങ്കിലും വരും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇന്ന് അതിനെ ബന്ധപ്പെട്ട് കുറച്ച് കഥകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ കഥ നടക്കുന്നത് വൃന്ദാവനത്തിൽ തന്നെയാണ്. വൃന്ദാവനത്തിൽ നമുക്കറിയാം അവിടുത്തെ ആൾക്കാരുടെ അവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഈ പശുക്കളെയും ആടുകളെയൊക്കെ മേയ്ക്കാന്നുള്ള ഉള്ളതാണ്. അതായത് അതിൽ നിന്ന് കിട്ടുന്ന, അതായത് പിന്നീട് ആ പശുക്കളിൽ നിന്ന് എടുക്കുന്ന പാല് കൊണ്ട് വെണ്ണ, തൈരൊക്കെ ഉണ്ടാക്കിയാണ് ഈ നമുക്ക് ഇപ്പോഴും നമ്മൾ പോയാൽ അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറെ ആൾക്കാരൊക്കെ ജീവിക്കാം. അങ്ങനെ വൃന്ദാവനത്തിന്റെ ഒരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു. ഈ ആടിനെയൊക്കെ മേയ്ക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആടിനെ മേയ്ക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആടുകളുടെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും താമസവും ഒക്കെ. അപ്പൊ അദ്ദേഹം കുഞ്ഞിലെ തൊട്ട് ഈ ഒരു ജോലിയിലോട്ടാണ് ഇറങ്ങി. കുഞ്ഞിലെ തൊട്ട് അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിനൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞിലെ തൊട്ട് അദ്ദേഹം ഈ ഒരു ജോലിയിലാണ് ഇറങ്ങിയത്. അങ്ങനെ അങ്ങനെ ആടുകളോട് ജീവിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം എന്താ പറയുക, ഒരു ആനിമലിനെ പോലെ, ഒരു ആടിനെ പോലെ ആവാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് വേറെ ആരുടെ അദ്ദേഹം ജീവിക്കുന്നില്ലല്ലോ. അപ്പൊ ഒരു ആടിനെ പോലെ ആവാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് കുറെ കൂട്ടുകാരുണ്ട്. ഇദ്ദേഹത്തിന്റെ കുറെ കൊച്ചിലെ തൊട്ടുള്ള ഇദ്ദേഹത്തിന്റെ കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ ആ കൂട്ടുകാര് മാത്രമാണ് ഇദ്ദേഹത്തിന് ആകെപ്പാടെ ഉള്ളത്. വേറെ ആരും ഇദ്ദേഹത്തിന് ഇല്ല. അപ്പൊ ആ സമയത്ത് വൃന്ദാവനത്തില് ഒരു വലിയ, എന്താ പറയാ, ഒരു ഭക്തന്റെ ഒരു സ്പീച്ച്, അതായത് ഒരു വലിയ ഭക്തൻ വന്നിട്ട് ഇങ്ങനെ സത്സംഗം എടുക്കത്തില്ല, അതേപോലെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ വിചാരിക്കും ഇദ്ദേഹം എന്താ പറയാ എന്താ പറയാ ഒരു മൃഗത്തെ പോലെ ആവാൻ തുടങ്ങി. അപ്പൊ ഇനി കുറെ കൂടെ കഴിഞ്ഞ് ഇതേ ഒരു മൃഗത്തെ പോലെ തന്നെ ജീവിക്കും, ഒരു ആടിനെ പോലെ ജീവിച്ചു തുടങ്ങും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല, അതിനു മുൻപ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ സത്സംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര, എന്താ പറയാ, ഫോഴ്സ്ഫുള്ളി, അതായത് ഒരുപാട് നിർബന്ധിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ട് അവിടെ ഇരുത്തും. അപ്പൊ ഇദ്ദേഹം ഭയങ്കര നിർബന്ധിച്ചാണ് ആദ്യത്തെ ദിവസം പോയിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ദിവസത്തെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ തന്നെ ഇദ്ദേഹത്തിന് എന്താ പറയാ, ആ കഥ കേൾക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, കഥ കൂടുതലും കേൾക്കണം എന്ന് ഇദ്ദേഹത്തിന്. അപ്പൊ അത് 30 ദിവസത്തെ സത്സംഗമാണ്. 30 ദിവസം ആദ്യത്തെ ദിവസം തുടങ്ങി 30ാമത്തെ ദിവസമാണ് തീരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം, എനിക്ക് കഥ ഇനി ഭഗവാനെ കുറിച്ച് അറിയാം. കാരണം കൃഷ്ണ കഥ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ നേരെ ചെവിയിൽ നിന്ന് പോയി നമ്മുടെ മനസ്സിലോട്ടാണ് അത് വീഴുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഇനി എന്തൊക്കെ തെറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കഥകൾ മാത്രം മതി അതൊക്കെ മായ്ച്ചു കളയാം. അപ്പൊ അതേപോലെ ഇതുവരെ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത അദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഭഗവാന്റെ കഥകൾ കേട്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ പതുക്കെ മാറാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് അറിയണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ടായി. അപ്പൊ അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെ നിർബന്ധിക്കാതെ തന്നെ ഇദ്ദേഹം വന്ന് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം വന്നിരുന്ന സമയത്ത് ഇദ്ദേഹം, അതായത് ആ സത്സംഗം എടുക്കുന്ന ആ പ്രഭുജി ഇദ്ദേഹത്തിനോട് ഇവരോടെല്ലാരും ഈ ദീക്ഷയെ കുറിച്ചും ഗുരുവിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിനും പറഞ്ഞു എനിക്കും ദീക്ഷ സ്വീകരിക്കണം, എനിക്കും ഗുരുവിനെ സ്വീകരിക്കണം എന്ന് ഈ ആട് മേയ്ക്കുന്ന ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം ഈ സത്സംഗം കഴിഞ്ഞതിന് ശേഷം ഈ പ്രഭുജീനെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോയിട്ട് ഈ പ്രഭുജിയുടെ കാല് വേണ്ടിയിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, എനിക്ക് അങ്ങയുടെ എനിക്ക് അങ്ങയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണം, അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രഭുജി, അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് സത്സംഗം എടുക്കാൻ വരുന്ന ആളെന്ന് പറയുന്നത് അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. ഇദ്ദേഹം ഒരു ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിയാം, അത് വന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇങ്ങനെ ദീക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ശിഷ്യനായിട്ട് സ്വീകരിക്കാനുള്ള പാണ്ഡിത്യമൊന്നും ഇദ്ദേഹത്തിനില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അതെങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ. കാരണം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ശരി എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ സത്സംഗത്തിന്റെ 30ാമത്തെ ദിവസം നീ എൻ്റെ അടുത്ത് വരൂ, അന്ന് ഞാൻ നിനക്ക് ദീക്ഷ തരാം എന്ന് പറയും. 30ാമത്തെ ദിവസം. അപ്പൊ ആ ഒരു 30 ദിവസത്തിനുള്ളില് നീ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം, ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേൽക്കണം, ഈ ഭഗവാനെ കുളിക്കണം, എന്നിട്ട് ഭഗവാനെ ആലോചിക്കണം, ഭഗവാന്റെ മന്ത്രം ജപിക്കണം, എന്നിട്ട് നീ വന്ന് ക്ലാസ് കേൾക്കണം എന്ന് പറയും. അപ്പൊ ഈ 30 ദിവസം ഭഗവാനെ മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ എന്ന് പറയും.
അപ്പൊ ഇദ്ദേഹം പറയുമ്പോ ഇദ്ദേഹം ഭയങ്കര സന്തോഷമായി, ഇയാൾക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. എനിക്ക് ദീക്ഷ കിട്ടും, ദീക്ഷ കിട്ടും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകും. അപ്പോ ഈ പ്രഭുജിയുടെ വിചാരം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യം നമുക്കൊരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പ് തോന്നും അല്ലെ. ഒരു എന്ത് കാര്യമായാലും നമ്മൾ 2-3 ദിവസം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മടി പോലെ തുടങ്ങും. പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയായിട്ട് തോന്നും. അപ്പോ ഇദ്ദേഹം വിചാരിക്കും, അതായത് പ്രത്യേകിച്ച് ഈ ആട് മേയ്ക്കുന്ന ആൾക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല, ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വേറെ കാര്യങ്ങളാണ്. അപ്പൊ പുതിയതായിട്ട് പെട്ടെന്ന് ഒരു കാര്യം തുടങ്ങുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ പൊയ്ക്കോളും, ഇദ്ദേഹം പിന്നെ വരാതാവും എന്നാണ് ഈ പ്രഭുജി വിചാരിച്ചത്. പക്ഷെ ആ പ്രഭുജിയുടെ നേരെ ചിന്തയിൽ നിന്ന് വിപരീതമായിട്ട് ഇദ്ദേഹം 30 ദിവസവും കറക്റ്റ് ആയിട്ട് ആ സത്സംഗം അറ്റൻഡ് ചെയ്യും, രാവിലെ എഴുന്നേക്കും, കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രഭുജി നോക്കുമ്പോൾ 30 ദിവസം അദ്ദേഹം വരുന്നുണ്ട്. അതായത് ഒരു ദിവസം പോലും, ഒരു അല്പം പോലും വൈകാതെ ഇദ്ദേഹം വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മൾ ചാന്റിങ് തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ജപിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ജപിക്കാൻ വേണ്ടിയിട്ട്. ഒരു റൗണ്ട് 4 റൗണ്ടൊക്കെയാണ് നമ്മൾ ആദ്യം, എനിക്ക് 16 മാല തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജപത്തിന്റെ ഇത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ അത് ഭയങ്കര, നമുക്ക് കൂടുതൽ ജപിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മള് ഒരു 16 മാലയൊക്കെ ജപിച്ച് തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് താനെ നമുക്ക് തോന്നും, അയ്യോ. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മൾ 16 മാല ജപിക്കാൻ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ്, അതായത് ജപിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ഉണ്ടാക്കും. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു ക്ലാസ് കേൾക്കാനായാലും ഇപ്പൊ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് മടുപ്പ് കാണും. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യമായാലും ആൾക്കാർക്ക് ഒരുപാട് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ മടി ഉണ്ടാവും. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഈ പ്രഭുജി ഇദ്ദേഹത്തിനോട് 30 ദിവസം വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ 30 ദിവസം അതേപോലെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 30ാമത്തെ ദിവസം ഇദ്ദേഹം ഈ പ്രഭുജിനെ കാണാൻ വേണ്ടിയിട്ട് എത്തി. അതായത് 30ാമത്തെ ദിവസം വന്ന് കാണാൻ വേണ്ടിയിട്ട് എത്തി. അപ്പൊ ആ സമയത്ത് ഈ പ്രഭുജി, അതായത് ഈ പ്രഭുജി ആ 30ാമത്തെ സത്സംഗം കഴിഞ്ഞ്, 30ാമത്തെ ദിവസത്തെ സത്സംഗം കഴിഞ്ഞു. ഇനി 31ാമത്തെ ദിവസമാണ് ഇദ്ദേഹം പോയി കാണുന്നത്. ഈ ആട് മേയ്ക്കുന്ന ആള് പ്രഭുജീനെ രാവിലെ പോയി കാണുന്ന ഇദ്ദേഹമാണ്. അങ്ങനെ ഈ പ്രഭുജി രാവിലെ കഥ തുറക്കുന്നതും കാണുന്നത് ഇദ്ദേഹം വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ പ്രഭുജിക്ക് ഇദ്ദേഹത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞൊരു ഭാര്യയുണ്ട്. ഈ ഭാര്യനെ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ആ ഭാര്യനെ പെട്ടെന്ന് പോയി എന്താ പറയാ തിരിച്ചു വിളിച്ചോണ്ട് വരണം. അപ്പൊ അതിന്റെ കാരണം ഈ ഭാര്യ ഒരല്പം വൈകി കഴിഞ്ഞ് ഈ ഭാര്യ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോയി തിരിച്ചു വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പെട്ടെന്ന് പോവാണ്. അപ്പൊ ഈ കഥ പെട്ടെന്ന് തുറന്നിട്ട് പോവാൻ നേരത്തെ ഇദ്ദേഹം ഈ ഭക്തൻ, അതായത് ആ ആട് മേയ്ക്കുന്ന ആള് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, എനിക്ക് ദീക്ഷ തരൂ, ഇപ്പൊ തന്നെ തരൂ എന്ന് പറയണം. അപ്പൊ ഇദ്ദേഹം പറയാം, നീ ഒന്ന് പൊക്കി, നമുക്ക് പിന്നെ ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം, ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, നീ പൊക്കോ എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹം പറയും, ഇല്ല, അങ്ങ് എനിക്ക് ദീക്ഷ തന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ പുറകെ പോകാൻ തുടങ്ങും. അപ്പൊ ഈ പണ്ഡിതനായിട്ടുള്ള ആള് വിചാരിക്കും, ഇങ്ങർക്ക് എന്താണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, തട്ട് കബോജൻ എന്ന് പറയും. തട്ട് കബോജൻ എന്ന് പറഞ്ഞാൽ, അതായത് എന്താ പറയാ, ഈ എന്റെ പൊന്നോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഇനി ഒന്ന് പോയി തരുമോ, അല്ലെങ്കിൽ കഷ്ടം തന്നെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതേപോലെയാണ് താട്ട് കബോജൻ എന്ന് പറയും. താട്ട് കബോജൻ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആട് മേയ്ക്കുന്ന ആൾക്ക് അത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ കുച്ചിനെ തൊട്ട് ഈ ആട് മേയ്ക്കുന്ന ഈ ആടുകളോടെയാണ് ഇദ്ദേഹം ജീവിച്ചു വരുന്നത്. അപ്പൊ അത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ താട്ട് കബോജൻ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വിചാരിച്ചു, തനിക്ക് കിട്ടിയ ദീക്ഷ മന്ത്രമാണ്. നമുക്ക് ദീക്ഷ എടുക്കുമ്പോൾ മന്ത്രം കിട്ടത്തില്ലേ, നമ്മുടെ മന്ത്രം ഹരേ കൃഷ്ണ മന്ത്രമാണ്. അതേപോലെ തനിക്ക് കിട്ടിയ ദീക്ഷാ മന്ത്രമാണ് താട്ട് കബോജൻ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ വളരെ പ്യുവർ ആയിട്ട് ആ മന്ത്രം തന്നെ താട്ട് കബോജൻ എന്ന് എന്നെ ഇങ്ങനെ ജപിക്കാനേ തുടങ്ങി. താട്ട് കബോജൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്ന് കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റേ പണ്ഡിതൻ പോയി, അദ്ദേഹം പോയി. അപ്പൊ ഈ എന്താ പറയാ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഭഗവാനും രുക്മിണി ദേവിയും അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ രുക്മിണി ദേവി ഇദ്ദേഹം ഇങ്ങനെ താട്ട് കബൂജൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വേഷം മാറി, അതായത് വേഷം മാറിയിട്ട് ഒരു എന്താ പറയാ, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോവാണ്. കാരണം ഇത് ആരെ മന്ത്രാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആണ് രുക്മിണി ദേവി പോകുന്നത്. അങ്ങനെ രുക്മിണി ദേവി വേഷം മാറി പോയിട്ട് ഇത് എങ്ങനെയാണ് ഈ മന്ത്രം കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
അപ്പൊ രമേശ് മാറിപ്പോയി ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, അതെ അങ്ങക്ക് എങ്ങനെ ഈ മന്ത്രം അറിയാമെന്ന് ചോദിക്കാം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല ഇത് ഭഗവാന്റെ മന്ത്രമല്ല എന്ന് അറിയത്തില്ല. എന്നാലും ഇദ്ദേഹം ഭയങ്കര തന്റെ എന്താ പറയാ 100% ഹാർട്ട്, അതായത് സ്നേഹവും ഭഗവാന് കൊടുത്താണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താട്ട് കബോജൻ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുക്മിണി ദേവി വന്ന പ്രശ്നം. അപ്പൊ അദ്ദേഹം ആദ്യം ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും രുക്മിണി ദേവി ചോദിക്കുമ്പോ അദ്ദേഹം പറയും, ദേവിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കും, നിങ്ങൾ ആരെ മന്ത്രമാണ് ഈ ജപിക്കുന്നതെന്ന് രുക്മിണി ദേവി ചോദിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ദേഷ്യം വന്ന് ഇദ്ദേഹം പറയും, ഞാൻ നിന്റെ ഭർത്താവിന്റെ മന്ത്രമാണ് ജപിക്കുന്നതെന്ന് പറയും. അപ്പൊ രുക്മിണി ദേവി വിചാരിക്കും, അയ്യോ ഞാൻ വേഷം മാറി വന്നിട്ടും ഇദ്ദേഹം കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് നേരെ ഭഗവാന്റെ അടുത്ത് പോകും. ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയും, ഇത് ഇനി ഒരാൾ താട്ട് ഖബോജൻ എന്ന് വന്ന് ജപിക്കുന്നു. ഞാൻ പോയപ്പോ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ജപിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ പേര് മനസ്സിലായത്? കാരണം ഇത് ഭഗവാന്റെ പേരാണ്, പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാല് പണ്ട്, അതായത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ യശോദാ മാതാവ്, ഭഗവാൻ യശോദാ മാതാവിന്റെ വീട്ടില് യശോദാ മാതാവ് കഷ്ടപ്പെട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണയെല്ലാം, അതായത് പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെണ്ണയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ വന്നത് മോഷ്ടിച്ച്, ഭഗവാന്റെ സ്ഥിരം പരിപാടി അതാണ്, അത് വന്നെടുത്ത് കഴിക്കുമല്ലോ. അപ്പൊ ഈ കഴിക്കുന്ന സമയത്ത് ഒരു ദിവസം യശോദാ മാതാവ് കയ്യോടെ അത് പിടിക്കുകയുണ്ടായി. പിടിച്ച സമയത്ത് ഭഗവാനാണെങ്കിൽ യശോദാ മാതാവിനെ കണ്ടുറഞ്ഞ ഓരോ അതായത് ആ നിമിഷം ഭഗവാൻ ഓരോന്നുണ്ടാക്കി പറഞ്ഞു. അപ്പൊ ഭഗവാൻ യശോദാ മാതാവ് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ കയ്യിലൊക്കെ എന്തിനാണ് വെണ്ണ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മേ ഞാന് വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെണ്ണ നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഈ ഉറുമ്പുകളെല്ലാം കൂടെ വന്നിട്ട് ഈ വെണ്ണ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഈ ഉറുമ്പിൽ നിന്നെല്ലാം ഞാൻ ഈ വെണ്ണയെ രക്ഷിക്കായിരുന്നു, അവരെടുത്തോണ്ട് പോയ വെണ്ണയെല്ലാം ഞാൻ എടുത്ത് കയ്യിലാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യശോദാ ചോദിക്കും, ശരി അങ്ങനെയാണ് നിന്റെ കയ്യിലായി, പിന്നെ നിന്റെ വായിൽ എങ്ങനെയാണ് ആയെന്ന് ചോദിക്കുമ്പോ ഭഗവാൻ പറയും, ആ സമയത്ത് ഒരു ജീവി, അതായത് ഒരു പറക്കുന്ന ഒരു ജീവിയും കൂടെ ഈ വെണ്ണേനെ എടുത്തോണ്ട് പോയി. അപ്പൊ ആ പറക്കുന്ന ജീവിനെ ഞാൻ അടിച്ച സമയത്ത് ആ വെണ്ണ വന്ന് എന്റെ വായിൽ വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഓരോ സമയത്ത് ഭഗവാൻ കളത്തര, അതായത് ആ ജീവിയിൽ നിന്നാണ് എന്റെ വായിൽ വെണ്ണ വന്നത്, പിന്നെ കുരങ്ങൻ എടുക്കാൻ പോയി, പിന്നെ ആ ജീവി എടുക്കാൻ പോയി എന്ന് പറഞ്ഞ്. അപ്പൊ യശോദാ മാതാവിന് അറിയാലോ, കാരണം ഭഗവാൻ പറയുന്ന കുഞ്ഞിനെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അത്രയും കൊച്ചായിട്ടുള്ള ഭഗവാന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വലിയ ആൾക്കാർക്കറിയാം, കൊച്ചു കുട്ടികൾ കള്ളത്തരം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ ഭഗവാൻ കള്ളത്തരം പറഞ്ഞ അന്ന് പെട്ടെന്ന് യശോദാ മാതാവിന് മനസ്സിലാവാണ്. എന്നിട്ട് യശോദാ മാതാവ് ഭഗവാനെ പറയണം, നീ ഒരു താട്ട് ഖബോജനാണെന്ന് പറയാം. അതായത് നീ എന്റെ പൊന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതേപോലെ നീ ഒരു താട്ട് ഖബോജനാണെന്ന് പറയാം. അപ്പൊ യശോദാ മാതാവ് ആ സമയത്ത് ഭഗവാൻ വെണ്ണ മോഷ്ടിച്ച സമയത്ത് ഭഗവാന് കൊടുത്ത പേരാണ് എന്ത്? താട്ട് ഖബോജൻ എന്ന് പറയുന്നത്. ആ പേരാണ് ഈ ഭക്തൻ വളരെ ഇന്നസെന്റ്, അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഭക്തിയോടുകൂടി ജപിക്കുന്നത്. അപ്പൊ അപ്പൊ ഈ മന്ത്രം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ആ ഒരു താട്ട് ഖബോജൻ എന്ന് പറയുന്ന വാക്ക് ആൾക്കാരെ വെറുതെ നമ്മളിങ്ങനെ പറയത്തില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന വാക്ക് പോലും ഭഗവാന്റെ മന്ത്രമാണ്. അതുപോലും ഭക്തിയോടുകൂടി അദ്ദേഹം ജപിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അദ്ദേഹം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തി, ബാക്ക് ടു ഗോഡ് അടുത്തേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ഭൗതിക ലോകത്തുള്ള ചെറിയ ചെറിയ വാക്കുകൾ, എന്ത് വാക്കായിക്കോട്ടെ, അത് നമ്മളെ എല്ലാം ഭഗവാന്റെയാണ്. ഈ ഭൗതിക ലോകത്തുള്ള എല്ലാം ഭഗവാന്റെയാണ്. നമ്മളെ വാക്കുകളും കാര്യങ്ങളൊക്കെ ഭഗവാന്റെയാണ്. അപ്പൊ അത് ആരുടെ എങ്ങനെ ജപിക്കുന്നു എന്നല്ല കാര്യം, നമ്മുടെ മനസ്സിലുള്ള ഭക്തിയിലാണ് കാര്യം. നമ്മള് വളരെ എന്താ പറയാ സിൻസിയർ ആയിട്ട് ഭഗവാൻ എടുത്ത് ആ ഒരു ഭക്തിയോടുകൂടി ജപിക്കുക, ആ ഒരു സ്നേഹത്തോട് ഭക്തിയോടുകൂടിയും ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയാ ഉറപ്പായിട്ടും നമ്മൾ ജപിക്കുന്ന മന്ത്രം ചിലപ്പോ തെറ്റായിരിക്കാം. അപ്പൊ ജപിച്ചു വരുന്ന ആൾക്കാർ തെറ്റായിരിക്കും. കാരണം നമ്മളിപ്പോ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലും ഈ ലോകത്തിന്റെ തന്നെ പല സ്ഥലത്തും പല ഭാഷയിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ചില ആൾക്കാർക്ക് നമുക്കറിയാം, ചില രാജ്യങ്ങളിൽ അവർക്ക് ഈ പ്രൊണൗൺസിയേഷൻ, അതായത് ഈ പറയുന്നത് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പൊ അവര് ഹരികൃഷ്ണ മന്ത്രം പറയുമ്പോൾ ചിലപ്പോൾ അത് വേർഡ്സ് ഒക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ തെറ്റായിട്ടായിരിക്കും വരാം. പക്ഷെ ആ വേർഡ്സ് അവര് ശരിക്കും ഭക്തിയോട് കൂടിയാണ് ജപിക്കുക. അതായത് ഈ ഫിലിപ്പീൻസ്, തായ്ലൻഡ് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതലും. അപ്പൊ അവര് നമുക്ക് ജപിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പറയുന്നത് തെറ്റാണെന്ന്, പക്ഷെ ശരിക്കും അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ അവര് പറയുന്ന ആ ഒരു രീതിയിലല്ല കാര്യം, അവര് ജപിക്കുന്ന ആ ഒരു മനസ്സിനാണ് കാര്യം. അപ്പൊ ഭഗവാനും നമ്മുടെ മനസ്സ് മാത്രമേ നോക്കത്തുള്ളൂ. നമ്മൾ ജപിക്കുന്ന മന്ത്രമല്ല ഭഗവാൻ നോക്കുന്നത്, നമ്മുടെ മനസ്സാണ് ഭഗവാൻ നോക്കുന്നത്.
അതേപോലെ തന്നെ വൃന്ദാവനത്തിൽ വെച്ച് തന്നെ ശ്യാമാനന്ദ പ്രഭു എന്ന് പറഞ്ഞ ഒരു പ്രഭുജിയുണ്ട്. അദ്ദേഹം ഈ 6 ഗോസ്വാമിമാരുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് ശ്യാമാനന്ദ പ്രഭു. അപ്പൊ ശ്യാമാനന്ദ പ്രഭു വൃന്ദാവനത്തിൽ നിന്ന് ഒറീസയിലോട്ട് അദ്ദേഹം പോവാണ്. അപ്പൊ ഒറീസ, കാരണം ഈ 6 ഗോസ്വാമിമാർ തന്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് ദൗത്യങ്ങൾ, അതായത് ഭഗവാന്റെ ഭക്തി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ശിഷ്യന്മാർക്കും ഓരോ ദൗത്യം കൊടുക്കും. അങ്ങനെ ശ്യാമാനന്ദ പ്രഭുവിന് ഒറീസയിലോട്ടാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇദ്ദേഹം ഒറീസയില് നാമസങ്കീർത്തനം നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം, അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിംസിന്റെ എന്താ പറയുക, ഒരു കിങ് എന്നൊക്കെ പറയില്ലേ, രാജാവല്ല പക്ഷെ രാജാവിനേക്കാളും താഴ്ന്ന ഒരാള്, അദ്ദേഹം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്. അങ്ങനെ അദ്ദേഹം വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ അപ്പൊ ഈ കീർത്തൻ കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കീർത്തൻ കേൾക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഭക്തന്മാരെ പറഞ്ഞു വിടും ഈ കീർത്തൻ അടിച്ച് പൊട്ടിക്കാനൊക്കെ, ഈ മൃദംഗമൊക്കെ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിടും. പക്ഷെ ഈ ഭക്തന്മാര് വരുന്നത് ശ്യാമാനന്ദ പ്രഭു കിടന്ന് വിളിക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ മീശയൊക്കെ കത്തി ഇവരൊക്കെ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങും. ഈ ശ്യാമാനന്ദ പ്രഭുവിന്റെ വിളിയിൽ തന്നെ ഇവരൊക്കെ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പൊ എന്നിട്ട് ഇവരെല്ലാം ജീവന് വേണ്ടിയിട്ട് ഓടിപ്പോകും. എന്നിട്ട് അടുത്ത ദിവസം ഇതേ സമയത്ത് ഈ ഇദ്ദേഹം, അതായത് എന്താ പറയാ, ഈ പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഈ മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹം വരും. അപ്പൊ ഈ കീർത്തൻ, ഭയങ്കര വലിയ കീർത്തൻ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ ശ്യാമാനന്ദ പ്രഭു ഭക്തന്മാരും വിചാരിക്കും ഇദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ഇദ്ദേഹം വന്ന് നേരെ ശ്യാമാനന്ദ പ്രഭുവിന്റെ കാൽക്കൽ വീഴുക, എന്നിട്ട് ക്ഷമ ചോദിക്കും. എന്നിട്ട് പറയും അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം ഇന്നലെ വരെ അവർ കീർത്തന പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആള് ഇന്നതാ അവരുടെ കാൽക്കല് വരുന്ന തന്നെയും കൂടെ കൂട്ടാൻ പറയുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും, ഇന്നലെ എന്റെ സ്വപ്നത്തില് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടു. അതായത് അള്ളാഹു എന്റെ സ്വപ്നത്തില് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ അള്ളാഹ് എന്ന് പറയുമ്പോൾ രൂപമില്ല, നമുക്കൊരു ഗോൾഡൻ ഫോം ആണ്. ആ അള്ളാഹ് നേരെ ചൈതന്യ മഹാപ്രഭുവായിട്ട് മാറി. അതായത് ഞാൻ എന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരുന്ന എന്റെ ദൈവമായ അള്ളാഹ് പെട്ടെന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ മാറി. അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ തന്നെയാണ് നീ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞാൻ തന്നെയാണ് നീ. എന്നിട്ട് നീ എന്റെ കീർത്തനാണ് നീ പ്രശ്നം ഉണ്ടാക്കിയത്, നീ എന്റെ ഭക്തന്മാരെയാണ് നീ ഉപദ്രവിക്കാൻ നോക്കിയത്, ഇനി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തിനെ വഴക്ക് പറയാണ്. അപ്പൊ ശ്യാമാനന്ദ പ്രഭുവിനോട് ഈ മുസ്ലിം ആയിട്ടുള്ള ആള് പറയാണ്, ഞാൻ ഇത്രയും കാലം എന്നിട്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ കീർത്തൻ തന്നെയാണ് ഞാൻ തെറ്റാക്കി എന്താ പറയുക നശിപ്പിക്കാൻ നോക്കിയത്. അങ്ങ് എന്നോട് ക്ഷമിച്ച് എന്നെ ഇതിനോട് ചേർക്കണം, എന്നെയും ഇതിനോട് ചേർക്കണം എന്ന് തൊഴുതു പറയും. അപ്പൊ ശ്യാമാനന്ദ പ്രഭു, നമുക്കറിയാം ഭക്തന്മാർക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ശ്യാമാനന്ദ പ്രഭു ഈ മുസ്ലിം ആയിട്ടുള്ള ഇദ്ദേഹത്തിനെയും കൂടെ കൂടിച്ചേർക്കും. ഇന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും. അതായത് ഈ ചില മുസ്ലിംസ് കീർത്തനോട് ഭയങ്കര ഇതാണ്. അത് ഈ ഒറീസ്യ ഭാഗത്തുള്ള ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റും. അപ്പോ ഈ ഒരു കഥ, ഇത് യഥാർത്ഥത്തിൽ നടന്ന ഈ ഒരു കഥയോട് കൂടി അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവാണ്, റിലീജൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം ആരുടെ ഇതാണ്? ഭഗവാന്റെ ഇതാണ്. അവസാനം ഇതെല്ലാം ചെന്നെത്തുന്നതും ആരാണ്? ഭഗവാന്റെ അടുത്താണ്. ഹരേ കൃഷ്ണ.